As well as how can we use it? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആസ് വെൽ ആസ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. ആസ് വെൽ ആസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ അഡീഷൻ ടു, അതായത് ഇതിനു പുറമേ എന്ന ഒരു അർത്ഥത്തിലാണ്. രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന കൺജങ്ഷനായിട്ടാണ് ആസ് വെൽ ആസ് പ്രവർത്തിക്കുന്നത്. കൂടാതെ എന്നതാണ് മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥമായി പരിഗണിക്കുന്നത്. എന്താണ് ആസ് വെൽ ആസിൻ്റെ പ്രത്യേകത? ഒന്നാമതായി, രണ്ട് വാചകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതിനാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. അതായത് കൂടുതൽ അറിയപ്പെടുന്നത് അഥവാ സാധാരണയായ കാര്യം ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് പറയുന്നു. നമുക്ക് ഉദാഹരണം വഴി പരിശോധിക്കാം. വുമൺ ആസ് വെൽ ആസ് മെൻ ആർ റിക്രൂട്ടഡ് ഇൻ ദ ആർമി. അതായത് പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളെയും പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നാണ്. ഇവിടെ പ്രാധാന്യത്തോടു കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ പട്ടാളത്തിലെടുക്കുന്നു എന്ന കാര്യം പറയാനാണ്. ഈ രീതിയിലും നമുക്ക് ആസ് വെൽ ആസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ആസ് വെൽ ആസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഈ ഉദാഹരണം നോക്കൂ. ഗോഡ് മേഡ് ഗ്രേറ്റ് തിങ്സ്, ഗോഡ് മേഡ് സ്മാൾ തിങ്സ്. ദൈവം വലിയ കാര്യങ്ങളുണ്ടാക്കി, ദൈവം ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി. ഇവിടെ രണ്ട് സെൻറ്റൻസിലെയും സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്. ഇവിടെ സബ്ജക്റ്റ് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റൻസിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആസ് വെൽ ആസ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസുകളെ നമുക്ക് കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാം. ഗോഡ് മേഡ് ഗ്രേറ്റ് തിങ്സ് ആസ് വെൽ ആസ് സ്മാൾ തിങ്സ്. അതായത് ദൈവം വലിയ കാര്യങ്ങൾ കൂടാതെ ചെറിയ കാര്യങ്ങളും സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗം നിലനിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലെ സബ്ജക്റ്റിനെയും വെർബിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആസ് വെൽ ആസ് ചേർത്തുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഇതേ കാര്യം പറയാൻ നമ്മൾ മറ്റൊരു രീതി നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഗോഡ് മെയ്ഡ് നോട്ട് ഓൺലി ഗ്രേറ്റ് തിങ്സ് ബട്ട് ഓൾസോ സ്മാൾ തിങ്സ് എന്നും നമുക്ക് പറയാം. അതായത് ദൈവം വലിയ കാര്യങ്ങളെ മാത്രമല്ല ചെറിയ കാര്യങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ്. രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ശ്യാം വാണ്ട്സ് ടു ലീവ് എയർലി, ശരത് വാണ്ട്സ് ടു ലീവ് എയർലി. ഇവിടെ രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ്, ശ്യാം, ശരത് എന്നിങ്ങനെ. ഇവ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. ശ്യാം ആസ് വെൽ ആസ് ശരത് വാണ്ട്സ് ടു ലീവ് എയർലി. ഈ രണ്ട് സെൻറ്റൻസുകളെ ആസ് വെൽ ആസ് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തപ്പോൾ ശ്യാമിനെ കൂടാതെ ശരത്തും നേരത്തെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ രണ്ട് സബ്ജക്റ്റുകൾ ഒരേ സെൻറ്റൻസിൽ വരുന്നുവെങ്കിലും സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെർബ് വരുന്നത്. ഇവിടെ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് ശ്യാം എന്ന് പറയുന്നത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ വാണ്ട്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാണ്ട് എന്നുപയോഗിച്ചാൽ തെറ്റാണ്. ഈ സെൻറ്റൻസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയാം? നോട്ട് ഓൺലി ശ്യാം ബട്ട് ശരത് ഓൾസോ വാണ്ട്സ് ടു ലീവ് എയർലി. അതായത് ശ്യാം മാത്രമല്ല ശരത്തും നേരത്തെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥം വരുന്നു. മറ്റൊന്ന്, ഷെറിൻ ഈസ് സ്റ്റഡിയിങ് ഫോർ ദ ടെസ്റ്റ്, ഹെർ ഫ്രണ്ട്സ് ആർ സ്റ്റഡിയിങ് ഫോർ ദ ടെസ്റ്റ്. ഈ സെൻറ്റൻസുകളെ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഷെറിൻ എന്ന സബ്ജക്റ്റ് സിംഗുലറും ഹെർ ഫ്രണ്ട്സ് എന്നത് പ്ലൂറൽ സബ്ജക്റ്റുമാണ്. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ വരും: ഷെറിൻ ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഈസ് സ്റ്റഡിയിങ് ഫോർ ദ ടെസ്റ്റ് എന്ന് വരും. സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തെ സബ്ജക്റ്റ് ഷെറിൻ എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. എന്നാൽ ഹെർ ഫ്രണ്ട്സ് എന്ന പ്ലൂറൽ സബ്ജക്റ്റ് അവിടെ വന്നിട്ടും ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുകൂടി, ദ ടീച്ചർ ആസ് വെൽ ആസ് ഹെർ സ്റ്റുഡൻസ് ഈസ് കമ്മിങ്. അതായത് ടീച്ചറിനെ കൂടാതെ വിദ്യാർത്ഥികളും വരുന്നു എന്നാണ്. ഇവിടെ ദ ടീച്ചർ എന്നത് സിംഗുലർ സബ്ജക്റ്റും ഹെർ സ്റ്റുഡൻസ് എന്നത് പ്ലൂറൽ സബ്ജക്റ്റുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർ ഉപയോഗിക്കുന്നത് തെറ്റാണ്. മറ്റൊരു ഉദാഹരണം കൂടി വ്യത്യസ്തമായ സബ്ജക്റ്റിൽ ശ്രദ്ധിക്കാം. അനിമൽസ് ആസ് വെൽ ആസ് പ്ലാന്റ്സ് നീഡ്സ് വാട്ടർ ടു സർവൈവ്. അതായത് മൃഗങ്ങളെ കൂടാതെ സസ്യങ്ങൾക്കും അതിജീവിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. ഇവിടെ അനിമൽസ്, പ്ലാന്റ്സ് എന്നിങ്ങനെ രണ്ട് പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. ഇവിടെ അനിമൽസ് എന്ന പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നീഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നീഡ്സ് ഉപയോഗിച്ചാൽ തെറ്റാണ്. അപ്പോൾ വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്.
സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വരുന്ന വെർബ് ഉപയോഗിക്കേണ്ടത് എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ് സെയിമായ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ കൂടി മനസ്സിലാക്കാം. ഈ ഉദാഹരണം നോക്കൂ. ഷാജി ഈസ് ഹംഗ്രി, ഷാജി ഈസ് ടേസ്റ്റി. ഈ രണ്ട് സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റ് സെയിം ആണ്. സബ്ജക്റ്റ് ഷാജിയും ഈസ് എന്നത് വെർബുമാണ്. സബ്ജക്റ്റ് സെയിം ആയിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാമത്തെ ഭാഗത്തെ സബ്ജക്റ്റും വെർബും ഒഴിവാക്കിക്കൊണ്ട് വേണം ആസ് വെൽ ആസ് ചേർത്ത് ഉപയോഗിക്കേണ്ടത്. അതായത് ഷാജി ഈസ് ഹംഗ്രി ആസ് വെൽ ആസ് ടേസ്റ്റി എന്നാണ്. മറ്റൊന്ന്, ട്രീ ഗീവ്സ് us ഫ്രൂട്ട്സ്, ദേ ഓൾസോ ഗീവ്സ് us ഷെയ്ഡ്. അതായത് ഓൾസോ, ടു എന്നിവ സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഉണ്ട് എങ്കിൽ അവയും ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം ആസുലാസിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഇവ രണ്ടിനും ലഭിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് ഇത്തരത്തിലാവും: ട്രീസ് ഗീവ്സ് us ഫ്രൂട്ട്സ് ആസ് വെൽ ആസ് ഷെയ്ഡ്. ഷീ ഓൺസ് എ കാർ, ഷീ ഓൺസ് എ മോട്ടോർ ബൈക്ക് ടു. അതായത് ഷീ ഓൺസ് എ കാർ ആസ് വെൽ ആസ് എ മോട്ടോർ ബൈക്ക്. അപ്പോൾ ഓർത്തു വയ്ക്കേണ്ടത്, സബ്ജക്റ്റ് സെയിം ആകുന്ന സാഹചര്യങ്ങളിൽ രണ്ടാമത്തെ ഭാഗത്തെ സബ്ജക്റ്റും വെർബും അതുകൂടാതെ ഓൾസോ, ടു എന്നിവ ഒഴിവാക്കപ്പെടേണ്ടവയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.